ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ പരിപ്പ് വട റെസിപ്പി ആയിട്ടാണ്. തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് പരിപ്പ് വട എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. നമുക്ക് വേണ്ടത് 2-3 വറ്റൽമുളക് വേണം, പിന്നെ എരിവിന് ആവശ്യത്തിലുള്ള പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ആവശ്യമാണ്. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോളയും ഒരു പിടി ചെറിയ ഉള്ളി കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, മല്ലിയില, പിന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി, അത് തൊണ്ട് കളയാത്ത വെളുത്തുള്ളിയാണ്. പിന്നെ സവോളയ്ക്ക് പകരം നമ്മൾ ചെറിയുള്ളി മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഇത് വടപ്പരിപ്പാണ്, കടലപ്പരിപ്പ് വേണമെങ്കിലും അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു ഏകദേശം 1 കപ്പ് ഉണ്ടായിരുന്നു, അത് ഉതിർത്തിയതിന് ശേഷം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് നേരത്തെ കാണിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചതച്ചെടുക്കണം. അരയ്ക്കുന്നതിന് പകരം വേണമെങ്കിൽ വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി. ഈ ഉള്ളി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കട്ടിയിലാണ് ഇടുന്നതെങ്കിൽ നമ്മൾ വട ഉണ്ടാക്കുന്ന സമയത്ത് അത് ഷേപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ അത് ഷേപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ഒരു രീതിയിലാണ് നമ്മളിതെല്ലാം ഒന്ന് ചതച്ചെടുക്കേണ്ടത്. ഇനി ഈ പരിപ്പിൽ നിന്നൊരു അല്പം നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. ഇനി ബാക്കിയുള്ള പരിപ്പ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്, എന്നാൽ തീരെ അരയാതെ ഇരിക്കും ചെയ്യരുത്. 2 തവണയായിട്ടാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. ഈ പരിപ്പ് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ നമ്മൾ നന്നായിട്ടൊന്ന് ഉതിർത്തി വെക്കണം. അതിനുശേഷം നല്ലോണം ഡ്രെയിൻ ചെയ്തെടുക്കുക, ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ചെടുത്തൊന്ന് കയ്യിൽ വെച്ചൊന്ന് ഷേപ്പ് ചെയ്ത് നോക്കുക, അതാണ് ഇതിൻ്റെ ഒരു പരുവം. അരവ് അത്രയേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതിപ്പോൾ കറക്റ്റായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച കൂട്ടിലേക്ക് ഈ പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച പരിപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി ഇതിലേക്ക് ഒരു അല്പം മല്ലിയില കട്ട് ചെയ്തത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം, എന്നാലേ ഇതിൻ്റെ ഈ എല്ലാ ചേരുവകളും എല്ലാ ഭാഗത്തേക്കും ആവുള്ളൂ. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഈ സമയം നമുക്ക് ഉപ്പ് എരിവൊക്കെ കുറവുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കണം. അതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ചൂടാവുമ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള നാടൻ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്, അപ്പോൾ അതിനൊക്കെ ആവശ്യത്തിലുള്ള അത്രയും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ എണ്ണയൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കുക. ഇത് കൈ ഒന്ന് ഇടയ്ക്ക് നനച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വെള്ളം ഇല്ലാതെ നമ്മൾ കയ്യിൽ വെച്ച് പരത്തുന്ന സമയത്ത് ഈ മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളം യൂസ് ചെയ്യുന്നത്. കൈ നന്നായിട്ട് നനച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മാവ് എടുത്ത് കയ്യിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് കയ്യിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്കിത് ചൂടായ എണ്ണയിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറം ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും, പക്ഷേ ഉള്ളിൽ വേവാതെ ആയിരിക്കും.
ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ വട ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്യാനിട്ട വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എണ്ണയിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഫസ്റ്റത്തേതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിൽ ടേസ്റ്റും വേവൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. അപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ബാക്കിയുള്ള പരിപ്പ് വടയും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് പലരും തട്ടുകടയിലെ ടേസ്റ്റൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് നല്ല സ്വാദിഷ്ടമായ പരിപ്പ് വട ഇങ്ങനെയുള്ള സ്നാക്സൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിരിക്കും. കൂടാതെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ഇനിയും ഇതിൽ നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.